വിഭീഷണന് നിറയെ മുതുവാൻ പാട്ടുകൾ അറിയാം എന്ന് സമ്മതിച്ചിട്ടാണ് ശബ്ദലേഖനത്തിനുള്ള സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ചത്. തലയിൽ കെട്ടും തോളിൽ മാറാപ്പും എല്ലാമായി ഗൗരവത്തിൽ മൂപ്പർ എത്തുകയും ചെയ്തു. നാടുവിട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് ആദ്യം എന്ന് ഒരു മുഖവുരയും തന്നു. കൊള്ളാമല്ലോ തീം, ജീമോൾ ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു. പൊളിക്കുമല്ലോ ഈ വിഭീഷണൻ ചേട്ടൻ. അങ്ങനെ എല്ലാവരും ഇപ്പോൾ അയാളെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഊരുവിട്ട് ഊരു പോറേ. പെട്ടെന്ന് അയാൾ നിർത്തി. സ്വരം ഇടറിപ്പോയത് കൊണ്ടാണോ അത് എന്ന് എല്ലാവരും സംശയിച്ചു. പക്ഷെ അല്ല, തീർന്നതാണ്. പാട്ട് കഴിഞ്ഞു, മുടിഞ്ചാച്ച്. പക്ഷെ ഇതെന്ത് പാട്ട്? ഇത് പോരാ വിഭീഷണ. ഏതാനും വരികളൊക്കെ വേണ്ടേ ഒരു പാട്ടായാൽ? ഈണമുണ്ടാവണ്ടേ, ശ്രുതി ചേരണ്ടേ, പിന്നെ ആവർത്തിക്കേണ്ട ഉള്ള വരികൾ തന്നെയും. ഇത്ര ക്ഷണം തീർന്നാൽ അതെന്തു ഭീഷണി? അന്ന് പരിചയപ്പെട്ട മോഹൻ അത് ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. സമുദായത്തിലെ മുതിർന്നവർക്ക് കുറെ ചിന്തകളുമെല്ലാം അറിയാമെങ്കിലും അവർ ഔപചാരികമായി അത് പാടാൻ മുതിരില്ല. ഉത്സവത്തിന് തീക്കു ചുറ്റും ആടിമറഞ്ഞും തുള്ളിക്കളിച്ചുമാണ് അവർ സ്വതവേ പാടുക. അതിൽ മുക്കാലും മനോധർമ്മമായിരിക്കും. ചാരായത്തിനുമേൽ യാദൃച്ഛികമായി ഉരുവം കൊള്ളുന്ന വരികൾ. അതാവട്ടെ പകുതിയിലേറെ തെറിയായിരിക്കും. ഓയ് ഓയ് ഹോയ്, പൂയ് പൂയ് ഹോയ്. ഈ വിഭീഷണൻ ഇതിന് തയ്യാറായതു തന്നെ അമ്മ കുറെ പൈസ തരും എന്ന് കേട്ടപ്പോഴാണ്. പണം കൊടുക്കും, ശരിയാണ്, പക്ഷേ അതിന് പാട്ട് കിട്ടണ്ടേ? യുവാക്കൾക്ക് ഒന്നും അറിയില്ല. ഇനി അറിയുമെങ്കിൽ തന്നെ മൂത്തവരെ മറികടന്ന് അവർ ഒന്നും ചെയ്യുന്ന ലക്ഷണമില്ല. കാണി എന്ന മൂപ്പന് തന്നെ സന്ദേഹമാണെങ്കിൽ പിന്നെ ആ ഊരിൽ നിന്ന് ഒരു പാട്ടും കിട്ടില്ല നമുക്ക്. ഈ വിഭീഷണൻ ഒറ്റ ആൾ മാത്രമുള്ള ഒരു കുടിയിലെ കാണിയാണ്. മൃഗങ്ങൾ വിള നശിപ്പിക്കുകയും പുര പൊളിക്കുകയും ചെയ്യുന്നതിനാൽ മറ്റുള്ളവരെയെല്ലാം ആ കുടി വിട്ടുപോയി. വിഭീഷണൻ മാത്രം തന്റെ പുരയിടത്തിന് ചുറ്റും ആഴത്തിൽ വലിയ കിടങ്ങുണ്ടാക്കി അവിടെ തന്നെ ഒറ്റയ്ക്ക് താമസം തുടർന്നു. അത്യാവശ്യം കൃഷി എന്തെങ്കിലും ചെയ്യാം. പിന്നെ സർക്കാർ ദാനമായി തരുമല്ലോ പലതും. കണ്ടില്ലേ, തകരം കൊണ്ടുള്ള ഒരു അലമാര വന്നത്. വിൽക്കില്ല, പണയം വെക്കില്ല എന്നല്ല മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നെങ്കിലും സാധനം കൊള്ളാം. നല്ല മഞ്ഞച്ചായം അടിച്ചിരിക്കുന്നു. ഊരുവിട്ട് ഊരു പോറേ. ഈ പാട്ടുകൾ സ്വനഗ്രാഹ്യം ചെയ്ത് സംരക്ഷിക്കാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നോർക്കുമ്പോഴാണ്. അതായത് പാട്ടുകളുടെ അവകാശം നിങ്ങൾക്ക് തീരെ എഴുതി കിട്ടി എന്ന് ചുരുക്കം. അതെ മോഹൻ, എന്തൊരു പൊസസീവാണല്ലേ നമ്മുടെ പ്രിയപ്പെട്ട സർക്കാർ. അതല്ലാതെ ആരും ആദിവാസി ക്ഷേമത്തിൽ താല്പര്യം കാണിക്കുന്നത് അതിനിഷ്ടമേ അല്ല. പകർച്ചവ്യാധി കാരണം എല്ലാവരും ചത്തിട്ട് ഒരാൾ മാത്രം അവശേഷിച്ച ഒരു കുടിയുണ്ട്. അയാളാണല്ലോ അപ്പോൾ അവിടത്തെ കാണി. മൂപ്പരോടും ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. എന്തൊരു ഉത്സാഹമായിരുന്നു ആദ്യം. തമിഴ് ഭക്തി പാടലുകളല്ലാതെ മുതുവൻ ഭാഷയിലുള്ള ഒട്ടേറെ പാട്ടുകൾ അവർക്ക് അറിയുമെങ്കിലോ. റാഗി കൃഷിയെപ്പറ്റി, മഴയെപ്പറ്റി, കരടി പിടിക്കുന്നതിനെപ്പറ്റി, കാട്ടുപോത്തിനെയും പന്നിയെയും തുരത്തുന്നതിനെപ്പറ്റി, ഒഴുകുന്ന അരുവിയെപ്പറ്റി, സദാ കയ്യിൽ കൊണ്ട് നടക്കുന്ന വാക്കത്തിയെപ്പറ്റി, കിളികളെയും നിലാവിനെയും പറ്റി, മാറാത്ത ചുമയെപ്പറ്റി, കൊമ്പനാനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെപ്പറ്റി, തിളച്ചു തൂവുന്ന കഞ്ഞിയെപ്പറ്റി, കൂട്ടിയിട്ട തീയിനെപ്പറ്റി, ഇതിനെക്കുറിച്ചെല്ലാം ഉണ്ടാവാൻ പാട്ടുകൾ. ലിപി ഇല്ലാത്തതെങ്കിലും മുതുവാൻ എന്നൊരു ഭാഷയുണ്ടല്ലോ ഇവർക്ക്. പക്കി, മാട്, പുളു, നക്ഷത്രം, കെനാവ്, നാൻ, സോറ്, കാട്, യാനി. മലയാളത്തിനും തമിഴിനുമിടയിൽ വ്യതിരിക്തമായ ഒരു ഭാഷ എന്ന് തെളിഞ്ഞു നിൽക്കാൻ ഞെരുക്കമാണെങ്കിലും മോഹൻ അങ്ങനെയൊന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് അവൻ പുഷ്പയെ കണ്ടുപിടിച്ചിരുന്നില്ല. പക്ഷെ മോഹൻ യാനെ, കാട്, സോറ്, നക്ഷത്രം, മാട്, പക്കി, കഞ്ഞി, ചുമ, കത്തി എന്നിവയെക്കുറിച്ചെല്ലാം പാട്ടുകൾ എഴുതാം ഉടനെ എന്ന് നിശ്ചയിച്ചു. കാരണവന്മാരുടെ ഈണത്തിനൊത്ത വരികൾ. എനിക്കായി മാത്രമല്ല, ഭാവി തലമുറയ്ക്കും വേണ്ടി. എന്തൊരു ചേല് പുക്കിളിന്. വിഭീഷണൻ മാത്രമല്ല, ദേവേന്ദ്രനും കാഞ്ചിയപ്പനും രുക്മിണിയും പാടും. വേണമെങ്കിൽ പുഷ്പയെയും പാടിക്കാം. പാടാത്ത ടിക്കറാണും മീണയും പാടും. ആട്ടെ, അതാരാണ് മോഹൻ? ഞാനറിയാത്തൊരു പുഷ്പ. ദൂരെ ഒരു കുടിയിലുള്ള പെണ്ണാണ്. അവളെ എനിക്കിഷ്ടം. പക്ഷെ കണ്ടുപിടിക്കണം ആദ്യം അവളെ. മറ്റൊന്നുള്ളത്, ഭ്രഷ്ട് പോലെ കുടിയിലെ കുഴിവീട്ടിലാണ് അവൾ താമസം. അവളോടൊപ്പം ഒളിച്ചോടാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങളെ എനിക്ക് അനീറ്റ എന്ന് വിളിക്കാമല്ലോ. തീർച്ചയായും മോഹൻ, അതാണ് വേണ്ടത്. ഒളിച്ചോടിയാലും ആചാരം മുടക്കാൻ പാടില്ല. അടുത്ത ആഴ്ച ഞാൻ അവളുടെ കുടിയിലേക്ക് പോകുന്നു. അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. കൂട്ടുകാരി ഉണ്ടാകും കൂടെ. 3-4 ദിവസം അവളെ തേടി നടക്കും ഞാൻ. എന്നോട് അമ്പുണ്ടെങ്കിൽ പിടിതരും അവൾ. ഓരോ നാട്ടുനടപ്പ്. പക്ഷേ പുഷ്പയുടെ കാര്യത്തിൽ മൂപ്പൻ എന്താണ് തീരുമാനിക്കുക ആവോ?
ആവട്ടെ, എന്തിനാണ് അവൾക്ക് ഭ്രഷ്ട്? ഭ്രഷ്ട് അവൾക്കല്ലല്ലോ, അവളുടെ തള്ളയ്ക്കല്ലേ. എന്തിനായിരുന്നു അമ്മയ്ക്ക് ഭ്രഷ്ട്? ഇപ്പോൾ കയ്യിൽ വാച്ച് കെട്ടി കറുത്ത ഗ്ലാസ് വെച്ചിട്ടിരിക്കുന്ന ഈ മൂപ്പന്മാരെല്ലാം ഇല്ലേ, അവരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ പിഴച്ചത്. സിനിമയിലേതുപോലെ സായിപ്പിന് കാഴ്ചവെച്ചില്ല, എങ്കിലും ഫലത്തിൽ അതുതന്നെയായിരുന്നു നടന്നത്. അറിയാമോ, ഇപ്പോഴും കൂടി അന്യർക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുന്നവരാണ് അവിടുത്തെ സ്ത്രീകൾ. അത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ അവർ ഞെട്ടിത്തിരിയുന്നത് കണ്ടപ്പോൾ ആദ്യം തോന്നിയത് പിൻഭാഗം കാണിച്ചു തരാൻ തോന്നി തിരിഞ്ഞതാണെന്നാണ്. അവൾ ഓർത്തു. എന്തൊരു ഭാവനാജീവിയാണ് ഞാൻ. അറിയാമോ, M.Com ജയിച്ച റാണി പോലും ജോലിക്ക് പോയിട്ടില്ല. അവളുടെ കുടിയിൽ തന്നെ സർക്കാർ ജോലി കൊടുത്തിട്ടും കൂടി. എന്നിട്ടും എങ്ങനെയാണത് സംഭവിച്ചത് എന്നാണ് എനിക്ക് ആശ്ചര്യം. മറയൂർ പട്ടണത്തിനടുത്തുള്ള കുടിയിലായിരുന്നു അവർ. സായിപ്പ് വലവീശി പിടിച്ചതാവാം പെണ്ണിനെ. എന്തായാലും അമ്മ ഗർഭിണിയായപ്പോൾ എല്ലാവരും കൂടി അവരെ കുഴിവീട്ടിലേക്ക് തള്ളി. ഭയങ്കര അഴകുള്ള ഒരു കുഞ്ഞിനെ പെറ്റു അമ്മ. അവളും കുഴിവീട്ടിൽ തന്നെ വളർന്നു വലുതായി. അവൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കണോ എന്ന് തീർച്ചയാക്കാൻ ഊരുംബരത്തിന് ഒരിക്കലും സാധിച്ചില്ല. അധികം വെളിപ്പെടുത്തുന്നു എന്ന പേടിയില്ലല്ലോ നിനക്ക്? ഓ, അതൊന്നും രഹസ്യമല്ലെന്നേ അനീറ്റ. പിന്നെ നിന്നെ എനിക്ക് വിശ്വാസമാണ്. നീ എന്നെ വിളിച്ചത് പകരം വീട്ടിയതിന്റെ കൃതാർത്ഥത അവന്റെ മുഖത്ത് തെളിഞ്ഞു. അവൾക്കും അതിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി. പുഷ്പയെ വേൾക്കാൻ ഇവന് എല്ലാ പിന്തുണയും നൽകണം. സംശയത്തിന്റെ ആനുകൂല്യം കിട്ടിയ സുന്ദരിയെ എനിക്കുമൊന്ന് കാണണമല്ലോ. ഈ പച്ചില വെട്ടിയിൽ വലിയ മരങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഭാഗ്യം കൊണ്ടാണ് ദശാസന്ധിക്ക് ആനയ്ക്ക് എത്താത്ത ഒരു വൃക്ഷം കിട്ടിയത് അല്ലേ? ദശാസന്ധിയെ അല്ലല്ലോ ആന മുടുക്കിയത്. പക്ഷേ കഥ അയാളുടേതല്ല. ആനയുടെ കഴുത്ത് ഉളുക്കി എന്നൊക്കെയല്ലേ കഥ. അല്ലെങ്കിലും അയാളുടെ പേർ അന്വർത്ഥമല്ല. ശരിക്കും ദിശാസന്ധിയാണ് അയാൾ. അതെന്താണ് മോഹൻ ദിശാസന്ധി? വടക്ക് കിഴക്ക് എന്നൊക്കെയില്ലേ ദിക്കുകൾ, അവയ്ക്ക് സന്ധിയില്ലാമല്ലോ. അത് അവളെ പൊട്ടിച്ചിരിപ്പിച്ചു. അവന്റെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് അവൾ സൗഹൃദം ആഘോഷിച്ചു. അവനും വൈമനസ്യമൊന്നും കാണിച്ചില്ല, തുറന്നു ചിരിക്കാൻ മടിച്ചതുമില്ല.